ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പ്രിപ്പറേഷൻസും സാധാരണ ഒരു ദിവസത്തെ കുറേ കാര്യങ്ങളും അതുപോലെ നമ്മുടെ മാജിക് മസാല വെച്ചിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് റെസിപ്റ്റ്സും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ രാവിലെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണെങ്കിലും ഈ സ്കൈ കാണുമ്പോൾ ഇതൊന്നും കാണാതെ ഞാൻ തോന്നാറില്ല. അതുപോലെ ഇങ്ങനെ സൺറൈസൊക്കെ കാണുമ്പോഴത്തേനും എല്ലാ ദിവസവും ഇങ്ങനെ മാറി സൂര്യൻ ഒന്ന് തന്നെയാണെങ്കിലും നമുക്കിങ്ങനെ മാറി മാറി ഓരോരോ ടൈപ്പിലുള്ള ക്ലൗഡ്സ് അല്ലേ എല്ലാ ദിവസവും സ്കൈയിലുണ്ടാവുന്നത്. അപ്പോൾ ഞാൻ മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടില്ലേ, നമുക്ക് ബിസി മോംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മസാലേനെ പറ്റിയിട്ട്. സാധാരണ നമുക്കൊക്കെ അറിയുന്നതാണ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ മസാലകളെല്ലാം കൂടി നമ്മൾ നല്ല പോലെ വഴറ്റിയിട്ട് അത് നമുക്ക് ചൂടാറുമ്പോൾ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ആവശ്യത്തിന് അതെടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കലുണ്ട്. കാരണം ഇപ്പോഴത്തെ എൻ്റെ രണ്ട് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ, ഒന്ന് എൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയം അധികം എനിക്ക് മാറ്റി വെക്കാനുണ്ട്. അതുപോലെ മോൻ്റെ എക്സാംസും കൂടി ആകുമ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യും. അപ്പോഴത്തേനും നമ്മളിതാ ചന്നക്കടല വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കടല വേവിച്ചതിന് ശേഷം പിന്നെ ഈ മസാല അങ്ങ് ചേർത്ത് ജസ്റ്റ് ഞാൻ ഒരു വിസിലും കൂടി കൊടുക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം, അതല്ലാതെ തന്നെ കറിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കടലയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചേർത്ത മസാലയിൽ കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അതുപോലെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ആ വീഡിയോ. അപ്പോൾ പുട്ട് ഓൾറെഡി നനച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതുപോലെ മസാല യൂസ് ചെയ്യുകയാണെങ്കിൽ കടലക്കറി പെട്ടെന്ന് ഉണ്ടായി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കഴിയും കേട്ടോ. അപ്പോൾ മോൻ്റെ എക്സാംസ് നടക്കുകയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ എണീറ്റിട്ട് അവന് പഠിക്കാൻ കൂടെ ചെല്ലാൻ പറയും. അപ്പോൾ ഞാൻ അപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ തീരുവാണെങ്കിൽ, അതുപോലെ ലഞ്ചിനും എന്തെങ്കിലും ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഫ്രീ ആവാമല്ലോ. പെട്ടെന്ന് തന്നെ ഇപ്പുറത്തുള്ള കൗണ്ടർ ടോപ്പ് ഒന്ന് ഒതുക്കിയിടുക. അതുപോലെ ഞാൻ കഴുകി വെച്ചിരുന്ന പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായാൽ ഒരു ലോഡ് ലോണ്ട്രി എന്തായാലും തന്നെ വാഷിംഗ് മെഷീനിൽ ഇടും കേട്ടോ. ഞാൻ ഇതുപോലെ 2 ബെഡ്റൂമിൽ ഇതുപോലെ ലോണ്ട്രി ബാസ്ക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹാൻഡ് വാഷൊക്കെ ചെയ്യേണ്ട തുണികളില്ലേ, അത് വെക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു ബാസ്ക്കറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ തിരിഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഹാൻഡ് വാഷ് ചെയ്യേണ്ട ബാസ്ക്കറ്റ് ഫുള്ളാവുമ്പോൾ പിന്നെ പോയി ഹാൻഡ് വാഷ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ടൈഡിൻ്റെ വലിയ പാക്കറ്റ് ഡിറ്റർജൻറ്റ് പൗഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും കിച്ചണിലോട്ട് തിരിച്ചു പോന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഓട്സ് പുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കണമായിരുന്നു. ഞാൻ മിക്കവാറും അരി ഭക്ഷണം മാറ്റിയിട്ട് ഓട്സ് പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കലുണ്ട്. അപ്പോൾ ഓട്സ് പുട്ട് മിക്കവാറും നനച്ചതുണ്ടാവും, അപ്പോൾ ഞാനത് ഉണ്ടാക്കും. അപ്പോഴേക്കും നമ്മുടെ കടല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയിൽ മിക്സായിട്ട് നല്ല ടേസ്റ്റുള്ള കടലക്കറി തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ നമ്മുടെ കടലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ചേർത്ത മസാല കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പൊടികളൊക്കെ ആഡ് ചെയ്ത്, തേങ്ങാപ്പാൽ ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ ഉപ്പും നോക്കുക, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ വേഗം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലഞ്ചിൻ്റെയും കൂടി ഒന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീരയുടെ ഇലയും തണ്ട് കുറച്ച് വലുതാണെങ്കിൽ ഞാനത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ചീരയുടെ തണ്ട് മാത്രമായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചീര തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇളം തണ്ടാണെങ്കിൽ നമുക്ക് ആ ചീരയുടെ കൂട്ടത്തിലിട്ടാൽ മതി. പക്ഷേ ഇച്ചിരി മൂത്തതാണെങ്കിൽ ഒന്ന് അരിഞ്ഞതിന് ശേഷം ആദ്യം ഒന്ന് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ചീര അരിഞ്ഞതും കൂടി ചേർത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എവിടെ ചീര കണ്ടാലും ഞാൻ വിട്ടുകളയിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങി ഇതുപോലെ കഴുകിയിട്ട് അരിഞ്ഞു വെക്കും. ചീര അരിഞ്ഞു വെച്ചാൽ കുറച്ചും കൂടി വാടാതിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ, ആ തണ്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ തോരനിലോട്ട് ചേർത്തു. അതുപോലെ നമ്മൾ പിന്നെ ബാക്കിയുള്ള
അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇലയും കൂടി ചേർത്തിട്ട്. അപ്പോൾ തോരൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ചീരത്തോരനും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചീര നമ്മൾ ഈ ചില സ്മൂത്തീസിലൊക്കെ ചേർക്കാമല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്ട്രോബെറി ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിക്കുമ്പോൾ ഈ ചീരയും കൂടിയൊക്കെ ചേർത്താൽ പിള്ളേർ കഴിക്കുമെങ്കിൽ അതൊത്തിരി നല്ലതാണ് കേട്ടോ. പിന്നെ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ചീരയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിലും ഇട്ടിട്ട് സൂപ്പ് പോലെയും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ 8:45 ആകുമ്പോൾ മോൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ അവർക്ക് ഇതുവരെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയിട്ടില്ല കേട്ടോ. അവരുടെ സ്കൂളിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ജൂൺ മുതലേ ക്ലാസ്സസ് തുടങ്ങുള്ളൂ എന്നാണ് അറിയുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ ഓഫ്ലൈൻ ക്ലാസ്സിനോട് തന്നെയാണ് താല്പര്യം. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ മോളാണെങ്കിലും സ്കൂളിൽ പോയതിന് ശേഷമാണ് കുറേ കൂടി ഹാപ്പിയറായിട്ട് നമുക്ക് കാണുന്നത്. അതുപോലെ ഇവർക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുമ്പോൾ എപ്പോഴും ടീച്ചർ പറയുന്നതിലോട്ട് ശ്രദ്ധിച്ചിരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നലുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ എന്നോട് ഒരു കുട്ടി ഇതുപോലെ കുട്ടികളുടെ സ്റ്റഡീസിനെ പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിരുന്നു. അതുപോലെ 1-2 കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ ഞാൻ സ്റ്റഡീസിൻ്റെ പറയാം. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൺകുട്ടികളെ പിടിച്ചിരുത്താൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കൃത്യമായൊരു സ്റ്റഡി ടൈം ഉണ്ടാവുന്നത് പലപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ കുറച്ച് നാളൊന്ന് ട്രെയിൻ ചെയ്താൽ ആ ഒരു ടൈം ആകുമ്പോൾ അവർക്കറിയാം ഇത് പഠിക്കുന്ന സമയമാണ്, അത് ഇത്ര സമയം പഠിച്ചാൽ അതിന് ശേഷം അവർക്ക് ഇപ്പോൾ എന്താണ് നമ്മൾ അലൗ ചെയ്യുന്നത്. ഇപ്പോൾ ടി വി ആണെങ്കിലും അതുപോലെ ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ ഗെയിം കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ആ ലിമിറ്റിൽ അവർക്കും നമുക്കും നിർത്താൻ പറ്റണം. കൂടുതലും നമ്മളാണ് കേട്ടോ ട്രൈ ചെയ്യേണ്ടത് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഗെയിം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അവരുടെ ആ ടൈമൊക്കെ എത്തുമ്പോൾ ഗെയിം തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ശരിക്കും ഒരു സ്ട്രഗിൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫേമായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് അതിലൊരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സെയിം നമ്മൾ ടി വി കാണിക്കുമ്പോഴും ഇത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതൊന്നും ഇല്ല, എല്ലാം റെസ്ട്രിക്റ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലുള്ള ആളാണെങ്കിൽ മേക്ക് ഷുവർ നമ്മൾ ലിമിറ്റ്സ് വയ്ക്കുക. അപ്പോൾ എൻ്റെ ഒരു പിക്കപ്പ് ടൈമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് മിക്കവാറും ഞാൻ ലോണ്ട്രി ഫോൾഡ് ചെയ്യുന്നതും അതുപോലെ നമ്മളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒന്ന് മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുന്നത് ഈ ഒരു ടൈമിലാണ്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് മർഡർ ഇൻ മെസൊപ്പൊട്ടാമിയ, അഗത ക്രിസ്റ്റിയുടെ. കുറേ ആയി നോൺ ഫിക്ഷൻ തന്നെയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നൊരു സമയമാണ്. എന്തെങ്കിലും വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാനോ അങ്ങനെ ഒരു സമയം മിക്കവാറും ഡെയിലി ഉണ്ടാവണം എന്ന് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ പുതിയ സിസ്റ്റം ഒന്ന് നന്നാക്കി കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേനും അതിന് വീണ്ടും എന്തോ കംപ്ലയിൻ്റ്. അപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പം അതുപോലെ ഞാനൊരു കാലിഗ്രാഫിയുടെ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മൾ വരച്ചിട്ട് അയച്ചു കൊടുക്കാനുണ്ടായി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തീർക്കുകയാണ്. പിന്നെ മോർണിംഗ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മോള് വന്നു. അപ്പോൾ അവൾക്ക് ഞാനൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പഴവും ആപ്പിളും ഡേറ്റ്സും പാലും ഒക്കെ ഇട്ടിട്ട് ഒരു മിൽക്ക് ഷേക്ക്. അപ്പം ചേന പിന്നെ പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി ഓൾറെഡി തലേദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചീരത്തോരനും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ലഞ്ചിൻ്റെ ടൈം ആവലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കറി ഒന്ന് ചൂടാക്കി എടുക്കാം. അതുപോലെ പപ്പടവും വറുത്തു. പിന്നെ ഞാൻ ലഞ്ചിന് ചപ്പാത്തിയാണ്. അപ്പോൾ എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം. ഞാനൊരു 1:30 ആകുമ്പോഴത്തേനും ലഞ്ച് കഴിക്കലുണ്ട്. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ചപ്പാത്തിക്ക് മുട്ടക്കറി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മുട്ടയുടെ ഈ മഞ്ഞ എടുക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിലോട്ട് നല്ല തിളച്ച വെള്ളം ഇട്ടിട്ട് 2 മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മുട്ടയുടെ യോക്കങ്ങ് കളഞ്ഞാൽ നല്ല മുട്ടക്കറി കിട്ടും കേട്ടോ. അപ്പോൾ എന്നും നമുക്ക് ഈ ചോറിൻ്റെ കറികൾ ആകുമ്പോൾ ചപ്പാത്തിക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് പെട്ടെന്ന് ഒരു മുട്ടക്കറിയും പിന്നെ ചീരത്തോരനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ലഞ്ച്. അപ്പോൾ അതൊക്കെയാണ് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ. പിന്നെ ഉച്ച കഴിഞ്ഞ് ഞാനൊരു ഇപ്പോൾ 1 hour നടക്കുന്നുണ്ട്. അപ്പം ഞാൻ
പറഞ്ഞിട്ടില്ലേ മെയിൻലി ഇപ്പോൾ ഡയറ്റിനും ഫിറ്റ്നസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ മെയിൻ ഫോക്കസ്. ഞാനിത് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽത്തൊക്കെ കുറച്ച് ശ്രദ്ധിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് മോട്ടിവേറ്റഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.